ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ നാട്ടുകാർ സീക്രട്സ് മൊത്തം റിവീൽ ചെയ്തിട്ട് കണ്ടന്റ് ഉണ്ടാക്കാനാണ്. അതായത് റീസെന്റ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ടെൽ മി യുവർ ഡാർക്കർ സീക്രട്ട് എന്ന് പറഞ്ഞിട്ടൊരു ജസ്റ്റ് ടെക്സ്റ്റ് ഇട്ടുണ്ടായിരുന്നു. സോ ഞാൻ വിചാരിച്ചു ആരും റെസ്പോണ്ട് ചെയ്യില്ലെന്ന് ഭാഗ്യവശാൽ കുറേ ആൾക്കാർ റെസ്പോണ്ട് ചെയ്തു. ലൈക്ക് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. എൻ്റെ സ്റ്റോറി കണ്ടിട്ട് കുറേ ആൾക്കാർ റെസ്പോണ്ട് ചെയ്തു. അപ്പോൾ നമ്മൾ അത് വിറ്റിട്ടാണ് ഇന്ന് കണ്ടന്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. സോ നമുക്ക് ആദ്യത്തെ വായിക്കാം. ചെറുപ്പത്തിൽ സ്വന്തം കഴിച്ച് കോട്ടയം വയ്ക്കാം. ചെറുപ്പത്തിലല്ല, ലൈക്ക് ബോധത്തെ പ്രായത്തിൽ ലെവിൽ എന്നാലും അങ്ങനെ തിന്നുണ്ടാവുക. മച്ചു ലൈൻ സെറ്റായിട്ട് 1 year ആകാറായി. തട്ടി മുട്ടയൊക്കെ പോണൂടാ. നല്ല കാര്യം. നീ തട്ടി മുട്ടൊന്നും വേണ്ട. ഒരു നല്ല റിലേഷൻ, ഒരു ചാവണ വരെ റിലേഷൻ കൊണ്ടുപോകാൻ നോക്കും. ആരോടും പറയണ്ട, പക്ഷെ നീ സീന അറിയാനിക്ക്. ഞാൻ സീന മതി. അടുത്ത് വായിക്കാം. UKG വെച്ച് ലൈനെ ഉമ്മച്ചു. എടാ നീയൊക്കെ ആ സമയത്ത് എങ്ങനെയാണ് ഈ മൈൻഡൊക്കെ വരുന്നത്? ഞാൻ 8ാം ക്ലാസ് വരെ സിഗ്മയാണ് കാര്യമായിട്ട്. ഞാനൊരു പെണ്ണോട് ആ സമയത്ത് എനിക്ക് സംസാരിച്ചിട്ടില്ല. 9ാം ക്ലാസ് മുതലാണ് കുറച്ചുകൂടിയും മാറ്റങ്ങളൊക്കെ വരുത്തി. സിഗ്മയൊക്കെ വെറുതെയാണ്, ജീവിതമൊക്കെ മൂഞ്ചിപ്പോന്നൊക്കെ മനസ്സിലായപ്പോൾ അതൊക്കെ മാറ്റിയത്. 8ാം ക്ലാസ് വരെ ഞാൻ സിഗ്മയായിരുന്നു. സിഗ്മയാണ്. സോ അടുത്ത് വായിക്കാം. I once had in my cousin's rice and served it as nothing happened because I was too lazy to serve. Spatto. സ്പിറ്റുന്നിരിക്കില്ലേ? എനിക്ക് ഉറപ്പാണ് പിന്നെ നിനക്കൊരു സീറ്റ് നരകത്തിൽ റിസർവ്ഡ് ആണ്. കാരണം തുപ്പിത്തൊക്കെ ആരെങ്കിലും വിളമ്പോറാണ്. അടുത്ത് വായിക്കാം. Dude, I'm just 14 years old, but I secretly drank vodka and I was like literally drunk. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ഞാൻ ആൽക്കഹോൾ കുടിക്കാൻ വേണ്ടിയിട്ടോ അതോ കുടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടോ ഒന്നും പറയില്ല. പക്ഷേ എല്ലാത്തിനും കൺട്രോൾ ഉണ്ടായാൽ മതി. എപ്പോഴും ഇപ്പൊ 14 വയസ്സോട്ട് ഇവൻ കുടിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു 18 വയസ്സാകുമ്പോഴേക്കും അവൻ തട്ടിപ്പോകാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം അതൊക്കെ ഒന്ന് ഒഴിവാക്കി നല്ല കുട്ടിയായിട്ട് ജീവിക്കാൻ നോക്കാം. ഹായ്, ഞാൻ കുറെ വട്ടം മമ്മികളിൽ നോക്കി ബട്ട് കിട്ടുന്നില്ല. എന്നെ നോക്കി കാണോ? ഞാനിപ്പോ കേടാറില്ലടാ. താണൊക്കെ വിചാരിച്ചിരിക്കാൻ മടുത്തു. എന്തിനാ വെറുതെ? നിർത്തുന്നില്ല. കുറച്ച് ഗൈസ്, ഇനി വായിക്കാൻ പോണത് കുറച്ച് സീരിയസ് ആയിട്ട് കേൾക്കണം. ലൈക്ക് ഇതൊരു തമാശ കളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല വായിച്ചപ്പോൾ. സോ ആ ഒരു മൂഡിലെടുത്താൽ മതി. ബ്രോ, ഞാൻ കുറച്ച് നാൾ അഡിക്ഷൻ സെന്ററിലായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, എൻ്റെ 7 years. അങ്ങേത് പാർട്ടായിട്ടാണ് ഇട്ടേക്കണത്. നമുക്ക് വായിച്ചു നോക്കാം. പാർട്ട് 2. 7 years റിലേഷൻ പൊട്ടിപ്പോയി. സംഭവം അവൾക്ക് വേറൊരുത്തൻ്റെ ഒപ്പം അഫെയർ ഉണ്ടായി. എന്നിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അവർ പിന്നെ എന്നെ എപ്പോഴും കൂടെ കൊണ്ടുപോയിരുന്നു. അവിടെയാണ് നിന്റെ വിജയം. കാരണം ഇത്ര നല്ല ഫ്രണ്ട്സിനൊന്നും ഇപ്പോൾ ഈ കാലത്ത് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ നിനക്ക് അതിലൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ആ പെണ്ണ് പോണേ പോട്ടറാ. അവൾ തേച്ചേ പിന്നെ എന്തായാലും ഒന്നുമില്ല എന്ന മൈൻഡായിരുന്നു. പിന്നെ ഞാൻ വീട്ടിൽ ഈ കേസൊന്നും പറഞ്ഞിരുന്നില്ല. പക്ഷെ എൻ്റെ ഒരു ഒപ്പീനിയനിൽ അത് പറഞ്ഞാൽ മതിയായിരുന്നു. എന്നാൽ പിന്നെ കുറച്ചുകൂടി സമാധാനം ഉണ്ടായേനെ. ലൈക്ക് ഇത്ര സ്ട്രെസ്സായിട്ടും ഇത്ര ഓവറായിട്ട് കുടിക്കുക അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ലെന്നു വീട്ടുകാരോട് പറഞ്ഞാൽ അവർ കുറച്ചുകൂടി നല്ലൊരു സൊല്യൂഷൻ പറഞ്ഞുതരും. അങ്ങനെ അവസാനം അടിച്ച് വീട്ടിൽ പിടിച്ച് പിന്നെ വീട്ടിൽ അടി പേടിയില്ലാണ്ടായി. അങ്ങനെ ഒരു ദിവസം ഇവരെല്ലാവരും എൻ്റെ അവസ്ഥ കണ്ട് എന്നെ സെൻട്രലിൽ ഒരു 2 മാസം കൊണ്ടിട്ടു. അത് ഇപ്പം എന്താ പറയാ, ഇപ്പോൾ വീട്ടുകാർക്ക് പേടിയുണ്ടാവില്ലേ ഇപ്പോൾ നിന്റെ കൂടിയൊക്കെ കണ്ടുമ്പോൾ? കാരണം അവർക്ക് നീയാണ് വലുത്. എന്താ പറയാ, അവർക്ക് നിന്നോട് ദേഷ്യം കൊണ്ടൊന്നല്ല ചെയ്യണം. ലൈക്ക് അവർ നിന്റെ ഹെൽത്ത് നോക്കിയിട്ട് അവർക്ക് നിന്നെ ശരിക്കും വേണം. ഈ ഒരു പെണ്ണ് തേച്ച പിന്നെ ഇങ്ങനെ പോയി കുടിച്ച് ആകാലമ്പായിട്ട് വീട്ടുകാർ വിഷമിച്ചിട്ട് ഒരാവശ്യമില്ല. അറിയാം 7 years ഒക്കെ പോയി കഴിഞ്ഞാൽ നല്ല വിഷമവും വേടവും എല്ലാം അറിയാം. പക്ഷേ പോയാ മര എൻ്റെ അടുത്ത്. ബട്ട് സ്റ്റിൽ ഹെർ മെമ്മറീസ് ഹോണ്ട് മീ. ഇതൊരു ഉപദേശമായിട്ട് എടുക്കരുത്. പക്ഷേ അവള് നീ ഇപ്പോഴും മൂവ് ഓൺ ആയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഈ ടെക്സ്റ്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി മൂവ് ഓൺ ആയിട്ടില്ലാന്ന്. പക്ഷേ യു ഹാവ് ടു മൂവ് ഓൺ ബ്രോ. കാരണം ഷീസ് ജസ്റ്റ് ഷീറ്റ്.
ആൻഡ് ഓൾസോ ഗൈസ്, ഞാൻ എല്ലാ പെമ്പിള്ളേരും ഇങ്ങനെയാണെന്ന് ഒരിക്കലും പറയില്ല. കാരണം പെമ്പിള്ളേരുടെ വില കളയാൻ വേണ്ടിയിട്ട് ചിലണം അവരുടെ ഇടയിൽ ഇങ്ങനെ ഉണ്ടാവും. ലൈക്ക് എൻ്റെ വഞ്ചിയിലും കലിക്കുന്ന സ്വഭാവം അതന്നെ കറക്റ്റ് തന്നെ പറയുള്ളൂ. സോ അതിപ്പോൾ ആമ്പിള്ളേരുടെ ഇടയിലുണ്ടാവും, പെമ്പിള്ളേരുടെ ഇടയിലുണ്ടാവും. പക്ഷേ വി ഹാവ് ടു ഫൈൻഡ് ദ റൈറ്റ് വൺ. നല്ലൊരു പോയിന്റ് അല്ലേ? താങ്ക്സ്. ഡേറ്റഡ് എ പേഴ്സൺ ഹു ചീറ്റഡ് ഓൺ മീ വിത്ത് 2 girls that two at the same time. ഞാൻ പറഞ്ഞ ആമ്പിള്ളേരുടെ ഉണ്ടാവും, പെമ്പിള്ളേരുടെ ഉണ്ടാവും. ഇങ്ങനത്തെ ഒരാണ് അത് വീട്ടിൽ എൻ്റെ വായനയിലടുത്ത് വരും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പാർട്ട് 2 ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. കാരണം ഇനിയും DMസിൽ മെസ്സേജ് വന്നിട്ടുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.